ഒരു ബാലനും അവൻ്റെ അനുജത്തിയും അവരുടെ മുത്തശ്ശിയും നാട്ടിൻപുറത്തുള്ള ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവരുടെ മാതാപിതാക്കൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. മഹാകുസൃതിയായ ആ ബാലന് മുത്തശ്ശിയുടെ ചൂരൽ വടിയല്ലാതെ ആകാശത്തിന് കീഴിൽ മറ്റൊന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. മുത്തശ്ശി ഓമനിച്ച് വളർത്തുന്ന ഏതാനും കോഴിക്കുഞ്ഞുങ്ങളും അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു ദിവസം ആ കോഴിക്കുഞ്ഞുങ്ങൾ വീടിൻ്റെ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ ബാലൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന കമ്പ് കൊണ്ട് വീശിയൊരു അടി കൊടുത്തു. തൽക്ഷണം അതിലൊരു കോഴിക്കുഞ്ഞ് പിടഞ്ഞു വീണ് ചത്തു. അവൻ്റെ അനുജത്തി അത് കണ്ടു. അവൾ എന്തായാലും ഇക്കാര്യം മുത്തശ്ശിയോട് പറയുമെന്നുള്ള കാര്യം അവൻ ഉറപ്പായിരുന്നു. എന്താണ് ചെയ്യുക? ബാലന് വല്ലാത്ത അങ്കലാപ്പായി. മോളെ, കോഴിക്കുഞ്ഞ് ചത്ത കാര്യം അമ്മമ്മയോട് ഒരിക്കലും നീ പറയരുത് എന്നവൻ ചട്ടം കെട്ടി. പറയില്ലെന്ന് അവൾ വാക്കും കൊടുത്തു. മുത്തശ്ശി എവിടെയോ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ കാണാനില്ല. വല്ല കീരിയും പിടിച്ചതാണെന്ന് അവർ വിചാരിച്ചു. കഥ ഇവിടെ തീർന്നില്ല. ബാലനും അനുജത്തിയുമായിട്ട് പിണങ്ങുമ്പോഴൊക്കെ ഞാനിപ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ കാര്യം അമ്മമ്മയോട് പറയുമെന്ന് പറഞ്ഞ് അവൾ അവനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അങ്ങനെ അവൻ അനുജത്തിയുടെ ഭീഷണിക്ക് അടിമയായി മാറി. ഒടുവിൽ അവൻ സഹി കെട്ടു. എന്തായാലും കോഴിക്കുഞ്ഞിൻ്റെ കാര്യം അമ്മമ്മയോട് തുറന്നു പറയാനായിട്ട് അവൻ തീരുമാനിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സങ്കടത്തോടു കൂടി അവൻ അമ്മമ്മയോട് വിവരിച്ചു. കൊച്ചുമകൻ്റെ കണ്ടമിടറിയുള്ള ഏറ്റുപറച്ചിൽ കേട്ടപ്പോൾ ആ വൃദ്ധയും കരഞ്ഞുപോയി. എൻ്റെ പൊന്നുമോനെ, നിനക്ക് ഈ കാര്യം നേരത്തെ പറയാമായിരുന്നില്ലേ? സാരമില്ല, പോയത് പോട്ടെ. ആ വൃദ്ധ കൊച്ചുമകനെ ആശ്വസിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ പോലും അവൻ്റെ അനുജത്തിയുടെ ഭീഷണിക്ക് അവൻ വഴങ്ങേണ്ടി വന്നിട്ടില്ല. ഇതുപോലെ കുറ്റങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുന്നവർക്ക് കുറ്റബോധത്തിൽ നിന്നും വിടുതൽ ലഭിക്കും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.